വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അർജുൻ പ്രീതിയെ കാണാനായി സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അന്നേരം രാഘവൻ നായർ ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചിട്ടാണെന്ന് പ്രീതി പറയുന്നുണ്ട്. തുടർന്ന് അർജുനെയും കൂട്ടി റൂമിലേക്ക് പോവുകയാണ് പ്രീതി. തുടർന്ന് സങ്കടപ്പെടുന്ന പ്രീതിയോട് കാര്യങ്ങൾ തിരക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറയുകയാണ് പ്രീതി. അന്നേരം രാഘവൻ നായർ ശങ്കിക്കുന്നുണ്ട് ഈ സമയത്ത് ഭാമയെങ്ങാനും വന്നാൽ എന്താകുമെന്ന്. അന്നേരം അവിടേക്ക് സുസ്മിതയും ഭാമയും തിരികെ എത്തുകയാണ്. രാഘവൻ നായരുടെ വെപ്രാളമൊക്കെ കണ്ട് ഭാമ കാര്യം അന്വേഷിക്കുകയാണ്. അന്നേരം ഒന്നുമില്ലാന്നും പറഞ്ഞ് രാഘവൻ നായർ പറഞ്ഞൊഴിയുന്നു. മീറ്റിംഗ് ക്യാൻസൽ ആയതിലാണ് തിരികെ വന്നതെന്നും ഭാമ പറയുന്നുണ്ട്. പിന്നീട് പ്രീതിയെ തിരക്കുകയാണ് ഭാമ. അന്നേരം രാഘവൻ നായർ റൂമിലുണ്ടെന്ന് പറയുന്നു. തുടർന്ന് ഫോണിൻ്റെ ചാർജർ പ്രീതിയുടെ മുറിയിലാണ്, അതെടുക്കണം എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകാൻ തുടങ്ങുന്ന ഭാമയെ തടുത്ത് രാഘവൻ നായർ പറയുകയാണ് അല്പം ചൂടുവെള്ളമിങ്ങി എടുത്തേ, തൊണ്ട വരളുന്നത് പോലെ തോന്നുന്നു. അന്നേരം സുസ്മിതയെ വെള്ളമെടുക്കാനായി പറഞ്ഞിടുകയാണ് ഭാമ. എന്നിട്ട് പ്രീതിയുടെ മുറിയിലേക്ക് പോകുന്നു. അത് തടുക്കാൻ രാഘവൻ നായർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് രാഘവൻ നായർക്ക് സാധിക്കുന്നില്ല. അതേസമയം തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന പ്രീതി ആശ്വസിപ്പിച്ച് അർജുൻ പറയുകയാണ് സാരമില്ല മോളെ, ഇനി അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ മതി. ഇതിൻ്റെ പേരിൽ വിഷ്ണുവേട്ടനും ശാലിനിയും വരെയുള്ള ഡിവോഴ്സ് വരെ എത്തി, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അർജുനോട് കരഞ്ഞു പറയുകയാണ് പ്രീതി. അതേസമയം സത്യഭാമ വന്ന് വാതിൽ മുട്ടുകയാണ് പ്രീതി പ്രീതി എന്നും പറഞ്ഞ്. അന്നേരം രണ്ടുപേരും ആകെ പരിഭ്രമിക്കുകയും അമ്പരക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവസാനം പ്രീതി വന്ന് വാതിൽ തുറക്കുകയാണ്. അകത്തേക്ക് കയറുന്ന ഭാമ ചാർജർ എടുക്കണം എന്ന് പറയുന്നു. അച്ഛൻ പറഞ്ഞു നീ ഉറങ്ങുകയാണെന്ന്, ഡോർ ലോക്കല്ലായിരുന്നെങ്കിൽ നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. അതേസമയം കട്ടിലിനടിയിൽ ഒളിഞ്ഞിരിക്കുകയാണ് അർജുൻ. എന്നാൽ താഴെ രാഘവൻ നായരുടെ വെപ്രാളവും തുടർന്ന് റൂമിലേക്ക് വരുമ്പോൾ പ്രീതിയുടെ വെപ്രാളവും ഒക്കെ സുസ്മിത ശ്രദ്ധിക്കുന്നുണ്ട്. ഭാമ ചോദിക്കുകയാണ് നീ ആരോടോ സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടല്ലോ. അന്നേരം ഫോൺ എടുത്തിട്ട് പ്രീതി പറയുന്നുണ്ട് ഞാൻ മൊബൈലിൽ മുംതാസിനോട് സംസാരിക്കുകയായിരുന്നു. അതേസമയം വാതിൽക്കൽ നിൽക്കുന്ന സുസ്മിത കരുതുകയാണ് ഇവൾ എന്തിനാണ് ഇത്രയും പേടിക്കുന്നത്, എന്തോ കള്ളത്തരമുണ്ടല്ലോ. അതേസമയം അർജുൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് കട്ടിലിരിക്കുന്നത് കണ്ട് ഭാമ ചോദിക്കുന്നു അതെന്താണെന്ന്. അന്നേരം ഇത് ഫ്രൂട്ട്സ് ആണെന്ന് അമ്മയെന്നും പറഞ്ഞ് കവറെടുത്ത് മാറ്റി വയ്ക്കുകയാണ് പ്രീതി. അന്നേരം വാതിൽക്കൽ നിന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട് അത് ആര് കൊണ്ടുവന്നെന്നാണ് ചോദിച്ചതെന്ന്. അത് ഞാൻ ഡ്രൈവറെ വിട്ട് വാങ്ങിച്ചതാണെന്നും പ്രീതി പറയുന്നുണ്ട്. അന്നേരം പ്രീതിയെ കളിയാക്കി സുസ്മിത പറയുന്നുണ്ട് ചിലപ്പോൾ ചിലതൊക്കെ കഴിക്കാനൊക്കെ തോന്നും, അപ്പോൾ ഒളിച്ചും പാത്തുമൊക്കെ ചെയ്തെന്നും ഇരിക്കും. അന്നേരം ചാർജർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വെപ്രാളപ്പെട്ട് പ്രീതി പറയുകയാണ് താഴെ അമ്മയുടെ റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട്, ഫോൺ പെട്ടെന്ന് പോയി ചാർജ് ചെയ്യും, അല്ലെങ്കിൽ ഫോൺ ഓഫായി തോന്നും എന്നൊക്കെ പറഞ്ഞ് വെപ്രാളപ്പെടുന്ന പ്രീതിയെ കണ്ട് സുസ്മിത ചോദിക്കുകയാണ് അല്ല പ്രീതി, നിനക്കെന്താ ഭാമ ആൻറ്റി ഈ റൂമിൽ നിന്നും പറഞ്ഞു വിടാനായിട്ട് ഇത്ര വെപ്രാളം? അന്നേരം ഭാമ പറയുന്നുണ്ട് സുസ്മിതയെ നീ ഇവളോട് വെറുതെ തർക്കിക്കാതെ. എന്നിട്ട് പ്രീതിയോട് പറയുകയാണ് ക്ഷീണം മാറിയില്ലെങ്കിൽ മോൾ ഉറങ്ങിക്കോ. തുടർന്ന് ഭാമ പോയ ശേഷം സുസ്മിത രൂക്ഷമായി കുറേ നേരം പ്രീതിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് സുസ്മിതയും അവിടെ നിന്നും പോകുന്നു. അന്നേരം പെട്ടെന്ന് അകത്തേക്ക് കയറി കതകടയ്ക്കുകയാണ് പ്രീതി. അതേസമയം കട്ടിലിനടിയിൽ നിന്നും കയറി വരുന്ന അർജുനോട് പെട്ടെന്ന് പൊയ്ക്കോളാൻ പറയുകയാണ് പ്രീതി. അന്നേരം അർജുൻ പറയുകയാണ് നിന്നെ ഇവിടെ ഇങ്ങനെ സങ്കടത്തിൽ വിട്ടിട്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ലെന്ന്. അന്നേരം സങ്കടപ്പെട്ട് വീണ്ടും അർജുനെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ് പ്രീതി. അന്നേരം എങ്ങനെ പോകുമെന്ന് അർജുൻ തിരക്കുമ്പോൾ പ്രീതി പറയുന്നുണ്ട് മുംതാസായിട്ട് പോകാൻ ഇവിടെ പർദ്ദയൊന്നുമില്ല, പിന്നെ അന്ന് ശാലിനി വന്നപ്പോൾ ഇറക്കിവിട്ട വഴിയുണ്ട് പിന്നിലെ സ്റ്റെയർ വഴി എന്നും പറഞ്ഞ് അർജുനെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് പ്രീതി. പിന്നീട് പിന്നിലെ സ്റ്റെയർ വഴി മനസ്സോടെ പ്രീതി അവിടെ ആക്കിയിട്ട് സങ്കടത്തോടെ പോവുകയാണ് അർജുൻ. അതേസമയം അവിടേക്ക് വന്ന സുസ്മിത പിന്നിലെ ഗേറ്റ് തുറന്നു കിടക്കുന്നത് കാണുകയാണ്. ദേഷ്യത്തോട് വന്ന പ്രീതിയോട് ആരെ അടി നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതെന്ന് തിരക്കുന്നുണ്ട്. അന്നേരം ധൈര്യത്തോടു കൂടി തന്നെ പ്രീതി പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് അർജുൻ ശങ്കറിനെ. അത്രയ്ക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല, അതിനേക്കാൾ ധൈര്യം എനിക്കുണ്ടെന്ന് ഉറച്ച തീരുമാനത്തോടു കൂടി പറയുകയാണ് പ്രീതി. നീ കയറി വന്നപ്പോൾ എൻ്റെ റൂമിൽ അർജുനേട്ടൻ ഉണ്ടായിരുന്നു, ആ ഫ്രൂട്ട്സ് അർജുനേട്ടൻ കൊണ്ടുവന്നത് തന്നെയാണ്. നീ എൻ്റെ റൂമിൽ അർജുനേട്ടൻ വന്നു എന്ന് കരുതി നീ വിചാരിച്ചാൽ ആകാശം ഇടിച്ചു വീഴ്ത്താനൊന്നും കഴിയില്ല എന്നൊക്കെ സുസ്മിതയോട് പറയുകയാണ് പ്രീതി. കൂടിപ്പോയാൽ നീ ചെന്ന് നിന്റെ ഫാമാൻറ്റിയോട് പറയും. പിന്നെ ആ സമയത്ത് അമ്മ റൂമിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നീ പറയുന്നതൊന്നും അമ്മ വിശ്വസിക്കത്തൊന്നുമില്ല. എന്നോടുള്ള വിരോധത്തിന് നീ ഓരോ നുണക്കഥ മെനയുന്നതാണെന്നേ അമ്മ കരുതൂ. എന്തിനാ മോളെ ഉള്ള വിശ്വാസം കൂടി കളയുന്നത് എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് പ്രീതി. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. പൊന്നി ഭക്ഷണം വിളമ്പുന്നു. തുടർന്ന് സുസ്മിതയും പ്രീതിയും വിളിക്കുമ്പോൾ സുസ്മിത വന്നിരിക്കുകയാണ്. അതിനുശേഷം പ്രീതിന്ന് 1-2 തവണ വിളിക്കുമ്പോൾ പ്രീതി അവിടേക്ക് വരുന്നുണ്ട്. നിനക്ക് ഭക്ഷണം കഴിക്കണമെന്ന് അറിയില്ലേന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ് എനിക്കിന്ന് വിശപ്പില്ല എന്ന്. അന്നേരം കളിയാക്കി സുസ്മിത പറയുകയാണ് മധുരം കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിച്ചില്ലേ, അതുകൊണ്ടായിരിക്കും. അത് കേട്ടെന്ന് സത്യഭാമ സുസ്മിതയെ നോക്കുമ്പോൾ സുസ്മിത പറയുകയാണ് പ്രീതിയുടെ റൂമിൽ കുറച്ച് ഫ്രൂട്ട്സ് ഇരുന്നില്ലേ ആൻറ്റി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
അന്നേരം ദേഷ്യപ്പെട്ട് പ്രീതി നീ നിന്റെ കാര്യം നോക്കിയാൽ മതി സുസ്മിതയെന്ന് പറയുന്നുണ്ട്. അന്നേരം സുസ്മിതയും ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് നോക്കുന്നതെന്ന് തിരിച്ചു മറുപടി നൽകുന്നു. അതേസമയം ഹാളിൽ എന്തൊക്കെയോ ആലോചിച്ചങ്ങനെ ഇരിക്കുകയാണ് രാഘവൻ നായർ. ആൻറ്റി പറയുന്നത് കേട്ടാൽ എല്ലാവർക്കും കൊള്ളാമെന്ന് സുസ്മിത പറയുമ്പോൾ പ്രീതി ചോദിക്കുകയാണ് അമ്മ പറയുന്നത് എന്താണ് ഞാൻ കേൾക്കാത്തത്? അന്നേരം സുസ്മിത പറയുകയാണ് ആൻറ്റി പറയുന്നത് പോലെ നിറച്ച് ഭക്ഷണം കഴിച്ചാൽ എല്ലാവർക്കും കൊള്ളാം. അതുകൊണ്ടാണോ ഇനി പ്രീതി ഇടയ്ക്കിടയ്ക്ക് തലചുറ്റി വീഴുന്നത്? അതോ ഇനി വേറെ വല്ല കാര്യവും ഉണ്ടോ? അപ്പോൾ നീ കഴിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ പ്രീതി വേണ്ട എന്ന് പറയുന്നു. അന്നേരം ഭാമ പറയുകയാണ് ഇവിടെ വേറൊരാളും ഭക്ഷണം വേണ്ട എന്ന് പറയുന്നുണ്ട്. അന്നേരം സുസ്മിത പറയുകയാണ് ആൻറ്റിക്ക് മനസ്സിലായില്ലേ, ഇതൊരു സമരമാണ്, നിരാഹാര സമരം. ശാലിനി ഇവിടെ നിന്ന് ഇറക്കി വിട്ടതും പിന്നെ വിഷ്ണുവേട്ടനെ കൊണ്ട് ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടതും എതിരെയുള്ള ഒരു സമരം. എന്തായാലും ഞാനിന്ന് നിറച്ച് കഴിക്കും, എനിക്ക് സന്തോഷമുള്ള ദിവസമാണ് ഇന്നെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ് സുസ്മിത. അന്നേരം ഈ സംസാരമൊക്കെ പൊന്നിയും രാഘവൻ നായരും ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം വിഷ്ണുവിനെ കണ്ടില്ലല്ലോ എന്ന് ഭാമ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ വണ്ടി അവിടേക്ക് വരികയാണ്. ഹാളിലിരിക്കുന്ന രാഘവൻ നായരെ ഒന്ന് നോക്കിയ ശേഷം അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ആ വിഷ്ണു മോനെ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുന്നു. എന്താ അച്ഛാന്നും പറഞ്ഞ് വിഷ്ണു വരുമ്പോൾ രാഘവൻ നായർ എന്തോ പറയാൻ തുടങ്ങുകയാണ്. അന്നേരം വിഷ്ണു ഏട്ടനോ എന്നും പറഞ്ഞ് സുസ്മിത വരുന്നു. ആൻറ്റി ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ വിഷ്ണുവേട്ടൻ്റെ കാര്യം. അന്നേരം ദേഷ്യപ്പെട്ട് സുസ്മിതയ്ക്ക് നേരെ കൈ ചൂണ്ടി വിഷ്ണു പറയുകയാണ് തൽക്കാലം നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, ബാക്കിയുള്ളവരുടെ ആയുസിൻ്റെ കണക്കെടുക്കാൻ നിൽക്കണ്ട. അന്നേരം കൈ ശ്രദ്ധിച്ച് സുസ്മിത ചോദിക്കുകയാണ് അല്ല വിഷ്ണുവേട്ടൻ്റെ കൈക്ക് എന്തു പറ്റി? അന്നേരമാണ് രാഘവൻ നായർ അത് ശ്രദ്ധിക്കുന്നത്. അതൊക്കെ കേട്ട് സത്യഭാമ എന്തു പറ്റിയതാ നോക്കട്ടെ എന്നും പറഞ്ഞ് കൈ പിടിച്ച് നോക്കുന്നു വിഷ്ണുവിൻ്റെ. അന്നേരം വിഷ്ണു പറയുകയാണ് അത് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. എന്ത് ആക്സിഡൻ്റ് എന്ന് ചോദിക്കുമ്പോൾ അത് അബദ്ധത്തിൽ ജീപ്പിൻ്റെ ഡോറിൻ്റെ ഇടയിൽ വെച്ച് കൈ അടച്ചു എന്ന് വിഷ്ണു പറയുന്നു. അന്നേരം സുസ്മിത പറയുകയാണ് ഇതൊക്കെ വിശ്വസിക്കുന്ന ആൻറ്റിയെ വേണം പറയാൻ. വലത് കൈ ഡോറിനിടയിൽ വെച്ച് ഇടത് കൈ കൊണ്ട് വെച്ച് അടച്ചെന്നോ? റൈറ്റ് ഹാൻഡേഴ്സ് വലത് കൈ കൊണ്ടല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വലത് കൈക്ക് എങ്ങനെ പരിക്ക് പറ്റും? ശാലിനിയുമായിട്ടുള്ള ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടതിൻ്റെ അന്ന് തന്നെ വലത് കൈക്ക് ആക്സിഡൻറ്റ് പറ്റണമെങ്കിൽ അതൊരു വല്ലാത്ത യാദൃച്ഛികം തന്നെയാണെന്ന് സുസ്മിത പറയുന്നുണ്ട്. എന്താ മിണ്ടാട്ടമില്ലേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് വിഷ്ണു പറയുകയാണ് എങ്കിൽ പിന്നെ നീയും കൂടി ഒരു തോക്കെടുത്തോണ്ട് വന്ന് നെറ്റിൽ വെച്ച് ചൂണ്ടിയിട്ട് 1 2 3 എന്ന് എണ്ണ്. അപ്പോൾ പിന്നെ നിന്റെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും അങ്ങ് നടക്കുമല്ലോ. അത്രയും പറഞ്ഞ് വിഷ്ണു പോകാനൊരുങ്ങുമ്പോൾ സത്യഭാമ തടഞ്ഞു ചോദിക്കുകയാണ് വിഷ്ണു സുസ്മിത പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അന്നേരം വിഷ്ണു സമ്മതിക്കുകയാണ് സുസ്മിത പറഞ്ഞതുപോലെ മനഃപൂർവ്വം ഞാനെൻ്റെ കൈ ഡോറിനിടയിൽ വെച്ച് അടച്ചത് തന്നെയാണ്. അല്ലെങ്കിലും ഇവള് പറയുന്നതല്ലേ അമ്മ വിശ്വസിക്കൂ. ഇപ്പോൾ പകലാണെന്നും സൂര്യൻ കത്തി നിൽക്കുന്നുവെന്നും ഇവള് പറഞ്ഞാൽ അമ്മ അതേ വിശ്വസിക്കൂ. അന്നേരം ഉത്തരമില്ലാതെ നിൽക്കുകയാണ് സത്യഭാമ. ഇനിയെങ്കിലും സ്വന്തം മക്കളെ അമ്മയൊന്ന് മനസ്സിലാക്ക്, അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്ന് തിരിച്ചറിയ് എന്ന് വിഷ്ണു സങ്കടത്തോടെ പറയുമ്പോൾ ഭാമ ചോദിക്കുകയാണ് ശരി ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? വിഷ്ണു മിണ്ടാതെ നിൽക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ് അതിനുള്ള ഉത്തരം ഞാൻ പറയാം. ശാലിനിയെ മടക്കി വിളിക്കണം, വിവാഹമോചനത്തിനുള്ള നടപടി അവസാനിപ്പിക്കണം. അന്നേരം ദേഷ്യത്തോടെ സുസ്മിത കരുതുകയാണ് ഇയാളുടെ നാവായിരുന്നു തളരേണ്ടിയിരുന്നത്. അത് ശരിവെച്ച് പ്രീതിയും പറയുകയാണ് ശാലിനി നല്ലവളാണ്, അവൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അവൾ എന്തെങ്കിലും ചെയ്തുവെങ്കിൽ അത് ഈ വീട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നു. സത്യഭാമയുടെ ഭാവമൊക്കെ കണ്ടിട്ട് സുസ്മിത കരുതുകയാണ് ഇത് കുഴപ്പമാണല്ലോ, ആൻറ്റി ഇപ്പോൾ എന്താണാവോ ചിന്തിക്കുന്നത്? തുടർന്ന് ഭാമ പറയുകയാണ് ശരി നീ ഇന്ന് തന്നെ ശാരദയെ വിളിച്ചു പറ, നാളെ രാവിലെ ശാലിനിയും കൂട്ടി ഇവിടെ വരാൻ. അത് കേട്ട് സന്തോഷിക്കുകയാണ് പ്രീതിയും രാഘവൻ നായരും. അമ്മേ സത്യമാണോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അതേന്ന് ഭാമയും പറയുന്നു. അന്നേരം ഭാമ ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ സുസ്മിത മിണ്ടരുത് എന്ന് താക്കീത് നിൽക്കുകയാണ് ഭാമ. ഇപ്പോഴാണ് എൻ്റെ ഭാമ ശരിക്കും സത്യഭാമ ആയതെന്ന് രാഘവൻ നായർ പറയുമ്പോൾ ഭാമ പറയുകയാണ് ശരി ഇനി എല്ലാവർക്കും സമരം അവസാനിപ്പിക്കാം, വന്ന് ഭക്ഷണം കഴിച്ചേ. അന്നേരം സന്തോഷത്തോടെ നിൽക്കുകയാണ് രാഘവൻ നായരും പ്രീതിയും വിഷ്ണുവുമൊക്കെ. അമ്മേ ഇന്നെനിക്ക് നിറച്ച് കഴിക്കണം, സന്തോഷമുള്ള ദിവസമാണ് എന്ന് പറഞ്ഞ് പ്രീതി ഭാമയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. പക്ഷെ അതേസമയം ഭാമയുടെ മുഖഭാവം മാറുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട് അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുകയാണ് ശാരദാമ്മ. ശ്യാമേ എന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം ശ്യാമ അവിടേക്ക് വരികയാണ്. എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ നീ ആ മലക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചെന്ന് പറയുന്നുണ്ട്. അതിന് എനിക്ക് പഠിക്കണം എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ് പഠിക്കണമെന്ന് പറയും, എന്നാലോ എപ്പോൾ നോക്കിയാലും തല ഫോണിൽ തന്നെ. അത് ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ് ഇതൊന്നും അറിയാത്ത എന്നെ നിനക്കങ്ങ് പറ്റിക്കാമല്ലോ. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? സവാള അരിയണം, അത്രേ ഉള്ളൂ എന്ന് ചോദിച്ച് അത് അരിയാൻ തുടങ്ങുകയാണ് ശ്യാമ. തുടർന്ന് ശാരദാമ്മ ചോദിക്കുകയാണ് ശാലിനി പോയിട്ട് ഇതുവരെ വന്നില്ലേ? ഇല്ല അമ്മേ, ശാലിനി ചേച്ചി സിവിൽ സർവീസിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് കുറുപ്പ് സാറിൻ്റെ അടുത്ത് പോയതല്ലേ, ഇപ്പോഴൊന്നും വരാൻ പോണില്ല. ഇനി അവൾക്ക് കളക്ടർ ആകാൻ പറ്റുമോ എന്ന് ശാരദാമ്മ തിരക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ ആകാൻ പറ്റും എന്ന് പറയുകയാണ് ശ്യാമ.
അതേസമയം വിഷ്ണു ശാരദാമ്മയെ ഫോൺ ചെയ്യുകയാണ്. എന്താ മോനെയും ചോദിക്കുമ്പോൾ ആകെ സന്തോഷത്തോടു കൂടി അമ്മേ ശാലിനി എവിടെയാണെന്ന് തിരക്കുന്നു. അതേസമയം കുറുപ്പ് സാറിൻ്റെ വീട്ടിൽ പോയതാണെന്ന് ശാരദാമ്മ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, അമ്മേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അമ്മ പറഞ്ഞു ശാലിനിയെ തിരികെ വിളിക്കാൻ. അത് കേട്ട് സത്യമാണോ മോനെ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വിഷ്ണുവും പറയുകയാണ്, ആദ്യവും എനിക്ക് അങ്ങനെ തന്നെ ആയിരുന്നു, പക്ഷെ അമ്മ പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. അന്നേരം ശാരദാമ്മയുടെ സംസാരം ശ്രദ്ധിച്ച് എന്താണെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ശ്യാമയോടും പറയുന്നുണ്ട് ശാരദാമ്മ ശാലിനിയെ തിരികെ കൊണ്ടു ചെല്ലാൻ. അത് കേട്ട് ശ്യാമയും അങ്ങ് സന്തോഷിച്ച് നിൽക്കുന്നു. വിഷ്ണു പറയുകയാണ്, ശാരദാമ്മയോട് ശാലിനിയെ കൂട്ടിക്കൊണ്ടുവരാനാണ് അമ്മ പറഞ്ഞത്. നാളെ രാവിലെ തന്നെ കൊണ്ടുവരണേ, ബാഗൊക്കെ ഇപ്പം തന്നെ റെഡിയാക്കി വെച്ചോളൂ എന്ന് അതിയായ സന്തോഷത്തോടു കൂടി പറയുകയാണ് വിഷ്ണു. സന്തോഷമായി വിളിക്കാത്ത ദൈവങ്ങളില്ല എന്നൊക്കെ പറയുകയാണ് ശാരദാമ്മ. അന്നേരം വിഷ്ണു പറയുകയാണ്, ശാലിനിയോട് കൂടി പറയണേ, എന്നാൽ ഞാൻ ഫോൺ വയ്ക്കുവാണേ. സന്തോഷത്തോടു കൂടി ശ്യാമ ചോദിക്കുകയാണ്, കുഞ്ഞേച്ചി അറിഞ്ഞോ ഇത്? അന്നേരം ശാരദാമ്മ പറയുകയാണ്, അവൾ ഫോൺ എടുത്തില്ല എന്ന്. അന്നേരം ശ്യാമ പറയുകയാണ്, നമുക്ക് തന്നെ ഇത് കുഞ്ഞേച്ചിയുടെ അടുത്ത് പൊട്ടിക്കാം, അപ്പോൾ കുഞ്ഞേച്ചി അറിയട്ടെ. അന്നേരം ശാലിനി തിരികെ വരുമ്പോൾ അമ്മേ കുഞ്ഞേച്ചി വന്നു എന്ന് ഉറക്കെ വിളിക്കുകയാണ് ശ്യാമ. എന്താടി നീ കുഞ്ഞേച്ചി ആദ്യമായിട്ട് കാണുകയാണോ? അന്നേരം ശാലിനിയുടെ താടിക്ക് പിടിച്ച് ശ്യാമ പറയുകയാണ്, കുഞ്ഞേച്ചി ഒരു വലിയ വിശേഷമുണ്ട്. അത് ഒരു നിരാശ പോലെ കേട്ടവിടെ ഇരുന്ന് ശാലിനി പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് സന്തോഷം ഉണ്ടാകാനാണ്? അതൊക്കെ പറയാം, കുഞ്ഞേച്ചിയുടെ ഫോണിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ സൈലൻ്റായിട്ട് ഇട്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് ശാലിനി. ഫോൺ നോക്കിയിട്ട് വിഷ്ണുവേട്ടൻ വിളിച്ചിരിക്കുന്നല്ലോ, അതും കുറേ തവണ. എന്താ വിശേഷമെന്നും പറഞ്ഞ് ശാലിനി ഇരിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അതാ കുഞ്ഞേച്ചി പറഞ്ഞത് വിശേഷമുണ്ടെന്ന്. അന്നേരം അവിടേക്ക് വന്ന ശാരദാമ്മ എൻ്റെ പൊന്നു മോളേന്നും പറഞ്ഞ് ശാലിനിയെ പിടിച്ച് ഉമ്മയൊക്കെ വയ്ക്കുകയാണ്. ശാരദാമ്മയുടെ സന്തോഷം കണ്ട് എന്നാന്ന് തിരക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ദൈവം ശാരദയും മക്കളെയും ഉപേക്ഷിച്ചു എന്നാണ് കരുതിയത്, പക്ഷേ അത്ര ക്രൂരത എന്നോട് കാട്ടിയില്ല. വീണ്ടും എന്താന്ന് തിരക്കുകയാണ് ശാലിനി. എടി മോളെ, സത്യാമ്മ നിന്നെ തിരിച്ചു വിളിച്ചു എന്ന് അതേയോന്ന് ചോദിക്കുകയാണ് ശാലിനി. ശാരദാമ്മ പറയുകയാണ്, അതെ, എനിക്കും ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വിഷ്ണുമോൻ തന്നെയാണ് വിളിച്ചു പറഞ്ഞത് നാളെ നിന്നെയും കൂട്ടി അവിടത്തേക്ക് ചെല്ലാൻ. പിന്നീട് അമ്മയും മക്കളും തമ്മിലുള്ള കുറേ സന്തോഷ മുഹൂർത്തങ്ങളാണ്. തുടർന്ന് ശ്യാമയോട് അകത്തുമ്പോൾ എന്തെങ്കിലും മധുരം എടുത്തുകൊണ്ടുവരാൻ പറയുകയാണ് ശാരദാമ്മ. പിന്നീട് ശാരദാമ്മ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ദൈവങ്ങളോട് നന്ദി പറയുന്നു. എത്രയും പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുത്തു വെക്കണം, ഒന്നും എടുക്കാൻ മറക്കണ്ട എന്ന് ശാരദാമ്മ പറയുമ്പോൾ അവിടേക്ക് ലഡുവുമായി വരികയാണ് ശ്യാമ. പിന്നീടത് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കഴിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ശാലിനി. താഴെ ഹാളിലിരുന്ന് ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ആരും എടുക്കാതിരിക്കുമ്പോൾ ഭാമ വന്ന് ഫോൺ എടുക്കുകയാണ്. ശാലിനി ഒന്ന് നോക്കിയിട്ട് ദേഷ്യത്തോടെയാണെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എൻ്റെ ഫോൺ വിളിച്ച് ശാലിനി ചോദിക്കുകയാണ്, അമ്മ വിവരങ്ങളൊക്കെ പറഞ്ഞു, അവിടെ എന്തു മാജിക്കാണ് ഉണ്ടായത്? വിഷ്ണുവേട്ടന് എന്നോടുള്ള വിശ്വാസത്തിൽ കുറച്ച് സത്യാമ്മയ്ക്കും കൊടുത്തോ? എന്താ ഒന്നും മിണ്ടാത്തത്? സത്യാമ്മ അടുത്തുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ശാലിനി. അന്നേരവും ദേഷ്യത്തോടെ ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഭാമ. ശാലിനി പറയുകയാണ്, ഇതിപ്പോൾ ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഇത് ഞാൻ കൈയോടെ പറഞ്ഞില്ലെങ്കിലേ എനിക്കൊരു മനസമാധാനവും ഇല്ല. എൻ്റെ അമ്മ പറഞ്ഞതുപോലെ സത്യാമ്മ തന്നെ തിരിച്ചു വിളിച്ചല്ലോ. എന്താ ഒന്നും മിണ്ടാത്തത്? മൗനവ്രതമാണോ? എങ്കിലത് തകർക്കാനേ ഞാനൊരു വിദ്യ പ്രയോഗിക്കാം. ഞാനൊരു സംഗതി തരാം, പിടിച്ചോളണേ എന്ന് പറഞ്ഞ് ഫോണിലൂടെ വിഷ്ണുവിന് ഉമ്മ കൊടുക്കുകയാണ് ശാലിനി. അന്നേരം ഫോൺ എന്നും പറഞ്ഞ് മാറ്റി പിടിക്കുകയാണ് ഭാമ. എന്നിട്ട് ഭാമ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. ദേഷ്യത്തോടെ ഫോൺ അവിടെ വെച്ചിട്ട് അങ്ങ് മാറിപ്പോവുകയാണ് ഭാമ. തുടർന്ന് ശാലിനി ചിന്തിക്കുകയാണ്, എന്തു പറ്റി ഫോൺ കട്ട് ചെയ്യാനായിട്ട്? ഇനിയിപ്പോൾ പെട്ടെന്ന് കിട്ടിയപ്പോൾ ഞെട്ടിപ്പോയോ? അതേസമയം വീണ്ടും ശാലിനി ഫോൺ ചെയ്യുമ്പോൾ ബെല്ലടിക്കുന്ന കേട്ട് വിഷ്ണു വരികയാണ്. ആഹാ, ഇതിവിടെ ഇരിപ്പുണ്ടോയെന്നും പറഞ്ഞ് ഹലോ ശാലിനി എന്ന് വയ്ക്കുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, ആഹാ ഇപ്പോൾ ശബ്ദം പുറത്തു വന്നല്ലോ, എന്തെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ഇത്രയും നേരം ഞാൻ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മിണ്ടാതിരിക്കുകയാണല്ലോ, പിന്നെ ഒരു ഗിഫ്റ്റ് തന്നപ്പോൾ അങ്ങ് കട്ട് ചെയ്ത് പോവുകയും ചെയ്തു. ഇത്ര നേരം താൻ ആരുമായിട്ട് സംസാരിച്ചെന്ന? അന്നേരം ശാലിനി പറയുകയാണ്, ഞാൻ സംസാരിച്ചല്ലോ, പെട്ടെന്ന് കോൾ അങ്ങ് കട്ടാവുകയും ചെയ്തു. അന്നേരം വിഷ്ണു പറയുകയാണ്, അപ്പോൾ കോൾ എടുത്തത് അതാരാണെന്ന് എനിക്കറിയില്ല, ഞാൻ കുളിക്കുകയായിരുന്നു എന്ന് വിഷ്ണു പറയുന്നു. അന്നേരം ശാലിനി തിരക്കുകയാണ്, അപ്പോൾ അതാരായിരിക്കും ഫോൺ എടുത്തത്? ആ സുസ്മിതയായിരിക്കുമെന്ന് വിഷ്ണു പറയുന്നു. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, വിഷ്ണുവേട്ടൻ കുളിക്കുമ്പോഴേക്ക് അവൾ മുറിയിലേക്ക് കയറി വരുമോ? നിനക്കറിഞ്ഞൂടെ അവളുടെ സ്വഭാവം? തോരപ്പൻ്റെ ജന്മമല്ലേ അവളെന്നൊക്കെ വിഷ്ണു പറയുന്നു. അവളെ അങ്ങോട്ട് കുറച്ച് അകറ്റി നിർത്തണം. എല്ലാ പെണ്ണുങ്ങളെയും പോലെ സ്വന്തം ഭർത്താവിൻ്റെ കാര്യത്തിൽ കുറച്ച് സ്വാർത്ഥയാണ് ഞാൻ എന്നൊക്കെ പിണങ്ങി പറയുന്നുണ്ട് ശാലിനി. കൂമ്പിനിട്ട് ഇടികിട്ടുന്നത് അവൾക്കായിരിക്കില്ല, വിഷ്ണുവേട്ടനായിരിക്കുമെന്ന് ശാലിനി പറയുന്നു. ഓ, സമ്മതിച്ചു, ഈ ഒരു രാത്രി കൂടെയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഇയാൾ വേണ്ടതെന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അന്നേരം ശാലിനി പറയുകയാണ്, ഇനി അവിടെ വന്നിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് സുസ്മിതയുടെ പെട്ടിയും പ്രമാണവും എടുത്ത് പുറത്തെറിയുകയായിരിക്കും. അതിപ്പോൾ ആര് ചോദിച്ചാലും വേണ്ടില്ല, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അവൾക്ക് എന്താ കാര്യം? അന്നേരം വിഷ്ണു പറയുകയാണ്, എടോ താൻ നേരിട്ട് തന്നെ ചോദിച്ചോ, ഒരു രാത്രി കൂടെ കഴിയേണ്ട കാര്യമല്ലേ ഉള്ളൂ.
വീണ്ടും സ്നേഹത്തോടു കൂടി വിഷ്ണു പറയുകയാണ്, അതെ ഇന്ന് രാത്രി എനിക്ക് ഉറക്കമില്ല. കാര്യം മനസ്സിലായെങ്കിലും ശാലിനി ചോദിക്കുകയാണ്, അതെന്താ അവിടെ കൊതുകിൻ്റെ ശല്യമുണ്ടോ? അതല്ല, എൻ്റെ സുന്ദരിപ്രാവ് നാളെ ഇങ്ങോട്ട് വരികയല്ലേ? എന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, പിന്നെ അല്ലാതെ വേറെ ആരെയാണ്? അന്നേരം ശാലിനി പറയുകയാണ്, ഞാൻ മുമ്പും അവിടെ താമസിച്ചിട്ടുണ്ടല്ലോ, അതും ഒരേ ബെഡ്റൂമിൽ. അന്നേരം നാണത്തോടെ വിഷ്ണു ചോദിക്കുകയാണ്, അതുപോലെയാണോ ഇനിയുള്ള ദിവസങ്ങൾ? അന്ന് നമ്മൾ കീരിയും പാമ്പും അല്ലായിരുന്നോ? അപ്പോൾ ഇപ്പോഴോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, ഇപ്പോൾ നമ്മൾ ഇണപ്രാവുകൾ. അന്നേരം നാണത്തോടെ അങ്ങ് ചിരിക്കുകയാണ് ശാലിനി. തുടർന്ന് വിഷ്ണു ചോദിക്കുകയാണ്, അതെ നേരത്തെ കോൾ അറ്റൻഡ് ചെയ്ത ആൾക്ക് എന്തോ ഗിഫ്റ്റ് കൊടുത്തെന്ന് കേട്ടല്ലേ, അതെനിക്ക് കൂടി കിട്ടുമോ? അന്നേരം ശാലിനി പറയുകയാണ്, അപ്പോൾ ഞാൻ ആ രാക്ഷസിക്കാണോ ഉമ്മ കൊടുത്തത്? അന്നേരം അതിശയത്തോടു കൂടി വിഷ്ണു ചോദിക്കുകയാണ്, ആഹാ ഉമ്മയാണോ കൊടുത്തത്? ആണോ? എങ്കിൽ പെട്ടെന്നാവട്ടെ, എത്രയായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പിന്നെ പലിശ അടക്കം ഞാൻ തിരിച്ചു തരാൻ തയ്യാറുമാണ്. അതൊക്കെ നമുക്ക് നേരി കാണുമ്പോൾ ആലോചിക്കാം. ഇപ്പോൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു ശാലിനി. അന്നേരം മറുതലയ്ക്കൽ അതൊന്നും പറ്റില്ല എന്ന് വിഷ്ണു പറയുന്നുണ്ട്. കട്ട് ചെയ്തു ദുഷ്ട എന്നും പറഞ്ഞ് ഫോൺ നോക്കിയിരിക്കുകയാണ് വിഷ്ണു. നാളെ നേരിട്ട് തരാമെന്നല്ലേ അവൾ പറഞ്ഞതിനർത്ഥം? മതി, അത് മതി എന്നും പറഞ്ഞ് ഫോണിനെയൊക്കെ ഉമ്മ വയ്ക്കുകയാണ് വിഷ്ണു. അന്നേരം സ്വപ്നം കണ്ടങ്ങനെ ഇരിക്കുകയാണ് കുടുംബശ്രീ വീട്ടിൽ ശാലിനിയും. തുടർന്ന് കാണിക്കുന്നത് രാത്രി തന്നെ രാജീവിൻ്റെ വീടാണ്. അവിടെ റൂമിൽ ആകെ സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് ശാരികയെ തിരക്കിയിരിക്കുകയാണ് രാജീവ്. എന്നിട്ട് രാജീവ് കരുതുകയാണ്, ഒരു സർപ്രൈസ് കൊടുത്തിട്ടായാലോ തുടക്കം എന്ന് പറഞ്ഞ് വാതിലിൻ്റെ മറവിൽ ഒളിഞ്ഞു നിൽക്കുകയാണ് രാജീവ്. ശാരികയാണെന്ന് വരുന്നതെന്ന് കരുതിയാണ് രാജീവ് നിൽക്കുന്നത്. അന്നേരം അവിടേക്ക് അമ്മാവൻ വരുമ്പോൾ പെട്ടെന്ന് ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് രാജീവ്. അപ്പോൾ പേടിച്ച് അമ്മാവനെ കണ്ട് അമ്മാവനങ്ങ് കട്ടിലേക്ക് വീഴുന്നുണ്ട്. അമ്മാവനാണെന്ന് മനസ്സിലായ രാജീവ് പറയുകയാണ്, അത് അമ്മാവനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അമ്മാവൻ പറയുകയാണ്, ആളെ പേടിപ്പിച്ചിട്ടാണോ സ്നേഹം കാണിക്കുന്നത്? നിന്റെ അമ്മയെപ്പോലെ എനിക്ക് അറ്റാക്ക് വന്നിരുന്നെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ രാജീവ് ചോദിക്കുകയാണ്, അമ്മാവൻ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അത് ഞാൻ എൻ്റെ മൊബൈൽ തേടി വന്നതാണ്. അന്നേരം രാജീവ് പറയുകയാണ്, അമ്മാവൻ്റെ മൊബൈലൊന്നും ഇവിടെ ഇല്ല, ഒന്ന് പോയേ. കുഴമ്പിട്ടൊന്ന് തടവണം, പെരുമ്പാമ്പ് പിടിക്കുന്ന പോലെയല്ലേ ചുറ്റി പിടിച്ചത് എന്നും പറഞ്ഞ് നടുവും തടവി പോവുകയാണ് കൃഷ്ണൻകുട്ടി അമ്മാവൻ. അന്നേരം ആകെ ചമ്മിയ രാജീവ് എന്നും പറഞ്ഞ് കട്ടിലേക്ക് ഇരിക്കുമ്പോൾ റൂമിലേക്ക് വരികയാണ് ശാരിക. തുടർന്ന് സാറെന്നും പറഞ്ഞ് ശാരിക വിളിക്കുമ്പോൾ ശാരിക ആദ്യമായി കാണുന്നത് പോലെ നോക്കിയിരിക്കുകയാണ് രാജീവ്. എന്നിട്ട് പാലെവിടെയെന്ന് ചോദിക്കുന്നു. അന്നേരം ശാരിക ചോദിക്കുകയാണ്, സാറിന് രാത്രി പാല് കുടിക്കുന്ന ശീലമുണ്ടോ? അയ്യോ അതെനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ രാജീവ് ചിരിച്ചു പറയുകയാണ്, എടോ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ, അത് തനിക്ക് ഓർമ്മയുണ്ടോ? ഞാൻ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് ശാരിക പോകാൻ തുടങ്ങുമ്പോൾ ശാരികയുടെ കൈക്ക് പിടിച്ച് രാജീവ് പറയുകയാണ്, അതൊന്നും വേണ്ട, ആദ്യ രാത്രിയിൽ അങ്ങനെയുള്ള ചടങ്ങ് ഉണ്ടെന്നല്ലേ ഉള്ളൂ, അതൊന്നും നമുക്കിനി വേണ്ട. പിന്നീട് ആദ്യ രാത്രിയിൽ പാല് കുടിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് രാജീവ് ശാരികയോട്. രാജീവ് പറയുന്നത് കേട്ട് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു സാറെന്ന് പറഞ്ഞ് കണ്ണ് നിറയുകയാണ് ശാരികയ്ക്ക്. അന്നേരം രാജീവ് ചോദിക്കുകയാണ്, എന്തായത് താനിങ്ങനെ തൊട്ടാവാടി ആയാലോ? എടോ ഇവിടെ ഓരോ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ ആരും മുൻകൈ എടുക്കില്ല, നമ്മുടെ സ്വകാര്യത നമ്മൾ തന്നെ കണ്ടെത്തണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അന്നേരം അത് ശരിവെച്ച് ചിരിക്കുകയാണ് ശാരിക. താൻ എന്താ വൈകിയെന്ന് ചോദിക്കുമ്പോൾ അടുക്കളയിൽ ജോലി ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ശാരിക. തുടർന്ന് രാജീവ് പറയുകയാണ്, ഇയാൾ ഇവിടുത്തെ ഹോം നേഴ്സോ വേലക്കാരിയോ ഒന്നുമല്ല, അമ്മ ചോദിച്ച സ്ത്രീധനവുമായിട്ട് കയറി വന്ന പെൺകുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ അധികാരവും അവകാശവും ഒക്കെ കാണിക്കാം. അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ളത് ശരി തന്നെ. അമ്മാവനാണെങ്കിൽ അടുക്കള ജോലിയൊന്നും ചെയ്ത് ശീലമില്ല. സമയം കിട്ടുമ്പോൾ ഞാനും സഹായിക്കാൻ തന്നെയെന്ന് രാജീവ് പറയുമ്പോൾ ശാരി ചോദിക്കുകയാണ്, അയ്യോ ഇത്രയും പഠിപ്പൊക്കെയുള്ള സാറ് സഹായിക്കുന്നത് എങ്ങനെയാ? അന്നേരം രാജീവ് പറയുകയാണ്, ഭാര്യയെ സഹായിക്കുന്നത് അത്ര കുറച്ചിലൊന്നുമല്ല. പഠിപ്പുണ്ടെങ്കിൽ എന്താ, ഈ മന്ത്രിമാരും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ സഹായിക്കാറുണ്ടല്ലോ. ബെഡ്റൂം മാത്രമല്ല കിച്ചണും ഷെയർ ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള തരക്കാരനാണ് ഞാനെന്ന് രാജീവ് പറയുമ്പോൾ അങ്ങനെ ചിരിക്കുകയാണ് ശാരിക. ഇത്രയുമാണ് ഇന്നത്തെ വിശാലിനിയുടെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.